വാഷിംഗ്ടണിൽ നടന്ന സൈനിക ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചത് വെടിനിർത്തൽ ധാരണകൾക്കിടയിലും തങ്ങളുടെ കരസേനാ നീക്കം തുടരുമെന്നാണ്. ഇതിന് മറുപടിയായി ഹിസ്ബുള്ളയും ശക്തമായി റോക്കറ്റുകൾ വർഷിക്കുന്നുണ്ട്. ഇസ്രായേലിലെ നെതന്യാഹു ഗവൺമെന്റിലെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളാകട്ടെ തെക്കൻ ലെബനൻ കൂടി ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കണമെന്ന കടുത്ത ആവശ്യമാണ് ഉന്നയിക്കുന്നത്. തങ്ങളെ രാഷ്ട്രീയമായി ദുർബലപ്പെടുത്താൻ ഇസ്രായേൽ വെടിനിർത്തലിനെ ഒരു മറയാക്കുകയാണെന്ന് ലെബനൻ കുറ്റപ്പെടുത്തുന്നു. ഇനി ഗസയിലേക്ക് വരാം. അവിടുത്തെ സാഹചര്യം അതിദാരുണമാണ്. ഗസയുടെ 60% ഭാഗവും ഇസ്രായേൽ സൈന്യം ഇതിനകം തന്നെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞു. ഇത് 70% ഉയർത്തുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഹമാസിന് മേൽ ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും ശക്തമായ വ്യോമാക്രമണങ്ങളാണ് കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടത്. ഹമാസിന്റെ പുതിയ മിലിറ്ററി ചീഫ് മുഹമ്മദ് ഒദേഹ് ഉൾപ്പെടെയുള്ള 5 മുതിർന്ന കമാൻഡർമാരെ ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു. ഈ ആക്രമണങ്ങൾ കാരണം ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഗസയിൽ വീണ്ടും വീടില്ലാതെ അലയുന്നത്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കണമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നെങ്കിലും ഇസ്രായേൽ അതിന് കടുത്ത രീതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചിലപ്പോഴൊക്കെ അത് പൂർണ്ണമായും തടസ്സപ്പെടുത്തുകയും ചെയ്തു. കുടിവെള്ളമില്ലാതെ, മരുന്നുകളില്ലാതെ കടുത്ത പട്ടിണിയിലാണ് ഗസയിലെ ജനങ്ങൾ. ഹമാസ് ആയുധം താഴെ വെക്കാതെ ആക്രമണം നിർത്തില്ല എന്ന വാശിയിലാണ് ഇസ്രായേൽ. ഒപ്പം ഇസ്രായേലിൽ ഉടൻ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ രാഷ്ട്രീയ ശക്തി തെളിയിക്കാൻ നെതന്യാഹു യുദ്ധത്തെ ഒരു ഉപകരണമാക്കുകയാണ് എന്നും ആക്ഷേപമുണ്ട്.